എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് ധനുരാശിയിലെ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് 2025 വ്യാഴമാറ്റം എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ധനുരാശിയിലെ രണ്ടേകാൽ നക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം അടങ്ങിയതാണ്. വ്യാഴം 2025 മെയ് മാസം 14 6-ാം ഭാവം വിട്ട് 7-ാമത്തെ രാശിയിലോട്ടാണ് സഞ്ചരിക്കുന്നത്. വ്യാഴത്തിന്റെ 7-ാം ഭാവസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ധനുരാശിക്കാർക്ക് 7-ലെ വ്യാഴത്തിന്റെ സ്വാധീനം പാർട്ട്ണർഷിപ്പ്, ബിസിനസ്, വിവാഹം, കുടുംബജീവിതം ഇതിലൊക്കെ സമാധാനവും സ്ഥിരതയും ഉണ്ടാക്കും. സ്പൗസിന്റെ തൊഴിൽ പുരോഗതി ഉണ്ടാക്കും. അവിവാഹിതരായ വ്യക്തികൾക്ക് നല്ല വിവാഹാലോചനകളൊക്കെ വരും. ബന്ധുക്കളിൽ നിന്ന് വിവാഹാലോചനകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അമ്മ വഴി ബന്ധുക്കളിൽ നിന്ന് വിവാഹാലോചനകൾ വന്നേക്കാം. സ്പൗസ് TTCയോ BEdോ MEdോ ഒക്കെ കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ, ഈ നിലവിൽ ജോലി ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ജോലിക്ക് ശ്രമിക്കേണ്ടതാണ് സൈക്കോളജിസ്റ്റുകൾ. കാരണം എന്താ വെച്ചാൽ 7-ാം ഭാവം എന്ന് പറയുന്നത് സ്പൗസിന്റെ ഭാവമാണ്. 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴാണ്. വ്യാഴം എന്ന് വെച്ചാൽ ഗുരുവാണ്. ഗുരു എന്ന് വെച്ചാൽ ടീച്ചറാണ്. അപ്പം ടീച്ചിങ് മേഖല കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അത് അവനവനായാലും സ്പൗസിനായാലും അത്തരത്തിലുള്ള ടീച്ചിങ്, പ്രീച്ചിങ്, കൗൺസിലിംഗ് ഏരിയകൾ കൈകാര്യം ചെയ്യുന്ന ഏരിയകള് ആൾക്കാർക്ക് വളരെ അനുകൂലമാണ്. ഉയർന്ന വിദ്യാഭ്യാസവും, സന്താനങ്ങൾക്ക് പുരോഗതി, സാമ്പത്തിക ഉയർച്ച, തൊഴിൽപരമായ പുരോഗതിയൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. നല്ല അവസരങ്ങൾ ഉണ്ടാവും, സാലറി റിവിഷൻ ഉണ്ടാവും, പ്രൊമോഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭാവിയിലും പ്രയോജനപ്പെടുന്ന ചില ബന്ധങ്ങൾ, നല്ല സൗഹൃദങ്ങള്, നല്ല ബന്ധങ്ങൾ തൊഴിൽപരമായി ഉണ്ടാവും. ഒഫീഷ്യലായിട്ട് നല്ലൊരു കീ പേഴ്സൺസുമായിട്ട് ഉള്ള റിലേഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ആകണമെന്നില്ല. വേറെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ കീ പേഴ്സൺസുമായിട്ടൊക്കെ ഉള്ള നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രയോജനം ചെയ്യുകയും ചെയ്യും. അത് സെയിൽസ്, മാർക്കറ്റിംഗ്, പ്രൊക്യൂർമെന്റ് അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും എന്നുള്ളതാണ്. അസറ്റ് വാങ്ങുന്നതിന് അനുകൂലമാണ്. വാഹനം വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ തന്നെയും അനുകൂലമായ ഒരു സമയമാണ്. അംഗീകാരങ്ങളും പ്രശംസയും കിട്ടും ഈ കാലഘട്ടത്തില്. പുതിയ പ്രൊജക്റ്റോ ബിസിനസ്സോ തുടങ്ങുന്നതിനും വളരെ അനുകൂലമാണ്. ആരോഗ്യം മെച്ചപ്പെടും. ചെസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള വ്യക്തികള് എന്നാൽ ശ്രദ്ധിക്കുകയും വേണം. അമ്മയുടെ ആരോഗ്യകാര്യത്തിനും ശ്രദ്ധ കൊടുക്കണം. സന്താന ഗുണം ഉണ്ടാവും. ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ക്ലേശങ്ങളും സ്പൗസിന്റെയും കുട്ടികളുടെയും പൂർണ്ണമായ പിന്തുണയും സ്നേഹവും കൊണ്ട് അതിജീവിക്കാൻ കഴിയുകയും ചെയ്യും. ദീർഘനാളായി പിരിഞ്ഞു താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സെപ്പറേഷന് വേണ്ടി ചിന്തിക്കുന്ന വ്യക്തികള് പരസ്പരം വിട്ടുവീഴ്ചയും ഉള്ളു തുറന്ന് സ്നേഹിക്കാനും ഒക്കെ ശ്രമിച്ചാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യും. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കൂടി പരിഗണിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ്. IELTS, MOETയും ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നവര് ഡേറ്റ് എടുക്കുമ്പോൾ ഒക്ടോബറിന് മുമ്പായിട്ട് ഡേറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷൻസിനെയും ദുഃഖങ്ങളെയും സമർത്ഥമായി കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. കേതു 9-ാമത്തെ രാശിയിലും രാഹു 3-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ എത്തിക്സിനൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികള് ഒരുപാട് കൂടുതൽ റെമ്യൂണറേഷൻ ഒക്കെ ഓഫർ ചെയ്ത് നമ്മുടെ ക്ലയന്റ് ആയിട്ട് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പൊ ക്രിമിനൽ അഡ്വക്കേറ്റ്സ്, സൈക്കോളജിസ്റ്റ്, ഹീലേഴ്സ് ഇവർക്കൊക്കെ ഇവരുടെ എത്തിക്സിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാര് ഇവരുടെ ക്ലയന്റ് ആയിട്ട് വരും. കൂടുതൽ റെമ്യൂണറേഷൻ ഓഫർ ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഈ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ട്. സ്പൗസിന്റെ ദേശസ്ഥലത്ത് വീട് വെക്കുന്നതിനോ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനോ കാരണമാകാം. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികള് സ്പൗസിനെ ഫാമിലി വിസയിലോ അല്ലെങ്കിൽ വിസിറ്റ് വിസയിലോ ഒക്കെ കൊണ്ടുപോകാനുള്ള ഒരു യോഗം ഈ കാലഘട്ടത്തിലുണ്ട്. സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നല്ല റിട്ടേൺസ് കിട്ടും. ബിസിനസ്സിൽ സ്പൗസോ അല്ലെങ്കിൽ സ്പൗസിന്റെ ബന്ധുക്കളോ പാർട്ട്നേഴ്സായിട്ട് വരാം. സ്പൗസിന്റെ പിന്തുണ ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് വളരെ വലിയൊരു കാരണമായി മാറിയേക്കാം.
റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രോപ്പർട്ടി വിറ്റുപോകാൻ കുറച്ച് ഡിലേ വന്നാലും നല്ല ഉയർന്ന വിലയിൽ വിറ്റുപോകാനുള്ള സാധ്യതയുണ്ട്. ഈ കാലഘട്ടത്തിൽ വിറ്റുപോവുകയും ചെയ്യും. അച്ഛന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. അച്ഛൻ വഴി കിട്ടിയ സ്വത്തുവകകൾ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള സ്വത്തുവകകൾ വിൽക്കാനും ദൂരദേശത്ത് വീട് വെക്കാനും ഒക്കെയുള്ള യോഗവും എന്നാലുണ്ട്. ബന്ധുക്കളുമായി ചില തെറ്റിദ്ധാരണകളും ഉണ്ടായേക്കാം. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാവും, എന്നാലും ഹയർ സ്റ്റഡീസിൽ ചില ബ്ലോക്കുകളും വന്നുപെട്ടേക്കാം. ശുഭാപ്തി വിശ്വാസം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും. ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, നല്ല ട്രസ്റ്റ് സെൻസും ഉണ്ടാവും. സഹോദരങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ക്ലേശാനുഭവങ്ങൾ ഉണ്ടാവാം. നമ്മുടെ കൈകളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ കാര്യത്തിൽ മെച്ചപ്പെടും. നിലവിൽ കേസ് ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് നിലവിലെ കേസുകൾ അനുകൂല വിധിയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒക്കെ രമ്യതയിൽ പരിഹരിക്കാനോ ഒക്കെ കഴിയുകയും ചെയ്യും. പ്രത്യേകിച്ച് സ്വത്ത് സംബന്ധമായ കേസ്, ഡിവോഴ്സ് കേസ്, ഇതൊക്കെ രമ്യതയിൽ തീർക്കാൻ കഴിയും. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ മാറി കൂടുതൽ സ്നേഹവും വിശ്വാസവും ഉണ്ടാവുകയും ചെയ്യും. എന്നാലും പാർട്ട്ണർഷിപ്പിലെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യത നിലനിർത്തുന്ന എത്ര നല്ല സമയം എന്ന് പറഞ്ഞാലും പാർട്ട്ണർഷിപ്പിലൊക്കെ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സുതാര്യത നിലനിർത്തണം. ഈ കാലഘട്ടം അനുകൂലമാണ്, എല്ലാ കാലഘട്ടവും അനുകൂലമായി വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസം ഒരു ഭാഗമാണ്, പക്ഷെ റിയാലിറ്റി വേറെ ഒന്നായിരിക്കും. സത്യസന്ധമായും ആത്മാർത്ഥമായുമുള്ള പ്രവർത്തനം സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കും. നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. സ്പൗസിന് കലാപരമായ കഴിവുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലെ അറിവുകൾ, കഴിവുകൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും ഈ സമയത്ത്. സ്പൗസിന് വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും പുരോഗതി ഉണ്ടാവും. പ്രണയം വിവാഹത്തിലോട്ടെത്താൻ സാധ്യത വളരെ കൂടുതലാണ്. വർക്ക് ക്വാളിറ്റി മെച്ചപ്പെടും. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ജോലികൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് അനുകൂലമാണ്. ഏതൊക്കെയാണ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ജോലികൾ? മാനുഫാക്ചറിംഗ് മേഖല, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, വെബ് ഡെവലപ്മെന്റ്, ഡേറ്റ സയൻസ്, AI, സൈബർ സെക്യൂരിറ്റി, IT സപ്പോർട്ട് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, സയൻസ് ആൻഡ് റിസർച്ച്, മെഡിക്കൽ റിസർച്ച്, സിവിൽ എഞ്ചിനീയേഴ്സ്, എല്ലാ എഞ്ചിനീയറിംഗ് മേഖലകളും, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് സ്പെഷ്യലിസ്റ്റുകൾ, അഗ്രികൾച്ചർ, ഹോട്ടൽ ബിസിനസ്, ഹെൽത്ത് കെയർ, വേസ്റ്റ് മാനേജ്മെന്റ് എക്സ്പേർട്സ്, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റീവായിട്ട് ഉള്ള ജോലികൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ അനുകൂലമാണ് ഈ സമയം. സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവും. നാളത്തെ കുറിച്ചുള്ള ഒരു കരുതലോട് കൂടിയുള്ള സമീപനമായിരിക്കും സാമ്പത്തിക കാര്യത്തിൽ. വളരെ അച്ചടക്കമുള്ള ഒരു മനോഭാവം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. സ്ട്രെസ് മാനേജ്മെന്റ് ഉണ്ടാവും. കൃത്യനിഷ്ഠയും സമയബന്ധിതമായി ജോലി പൂർത്തീകരിക്കാനുള്ള മനോഭാവവും ഒരു അടുക്കും ചിട്ടയൊക്കെ ഈ കാലഘട്ടത്തിൽ വരും. അതായത് ഇപ്പം ശനി മാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ മോശമായിട്ടും ഈ വർഷത്തിൽ തന്നെ, പക്ഷെ വ്യാഴമാറ്റം പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടും പറയും. രണ്ട് ടോപ്പിക്കിൽ എന്ന് പറയുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രണ്ട് സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. ശനിയും ചില വെല്ലുവിളികൾ തരുമ്പോൾ വ്യാഴം ആ വെല്ലുവിളികൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും എന്നുള്ളതാണ് ഈ വർഷത്തിന്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.